ഡാ ഡാ കോപ്പ് ഡാ അവള് നോക്കുന്നത് നിന്നെയാണോ അത് എന്നെയാണോ? ആര്? ഡാ അവള്. അത് നീ ടെൻഷൻ അടിക്കണ്ട, എന്നെയാടാ. Squad falling! Squad Southern! 21 കേരള ബറ്റാലിയന്റെ 2 ദിവസത്തെ ക്യാമ്പ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. आप लोग तैयारी करो. Yes, sir. അവനെന്ത് ദുരന്തമാടാ. ആര്? നിന്റെ ഫ്രണ്ട്. അതെന്തേ? ആ ഒന്നുമല്ല. എന്നാടാ? ആരാണ് ആദ്യം കണ്ടത്? ഇവരാണ് സാർ. മീഡിയ? നോ സർ. ഫോറൻസിക്സ് ടീം എത്തിയിട്ടുണ്ട്. ആരാണ് ഹെഡ് ചെയ്യുന്നത്? റഹ്മാൻ സാറാണ്. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? നോ സാർ, ബോഡി പകുതിയിലധികവും ഡീകമ്പോസ്ഡ് ആണ്. ആരാണെന്ന് മനസ്സിലായോ? മിണ്ടായിരിക്കണേ, പോലീസ് കേൾക്കും. ഒരാൾ മരിച്ച് പ്രകൃതിയോട് ചേരുന്ന സമയം മുതലാണ് ആ ബോഡി ഡീകമ്പോസ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. ആ സമയം മണിയനീച്ചകൾ അതിൽ മുട്ടയിടും. ഏകദേശം 24 മണിക്കൂറുകൾ കൊണ്ട് ആ മുട്ട വിരിഞ്ഞ് പുഴുക്കളായിത്തീരും. ഈ ബോഡിയിൽ നിന്ന് കിട്ടിയത് 3 ദിവസം പ്രായമുള്ള പുഴുക്കളാണ്. സോ ഈ ബോഡിക്ക് 4 ദിവസത്തെ പഴക്കമുണ്ട്. അപ്പം മാഡം പറയുന്നത്
20th നവംബറിനാണ് മരണം നടന്നതെന്ന്. യെസ് ബിജോയ്. ഏതായാലും ലളിതയുടെ ഫൈൻഡിങ്സ് കറക്റ്റാണ്. ഇതിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. എന്തായാലും പണി അറിയാവുന്നതും ചെയ്ത പണിയാണ്. ജുഗുലാർ വെയിനിൽ ഒരു നീഡിൽ മാർക്കുണ്ട്. തനിക്ക് സിറിഞ്ചിൻ്റെ ലാബ് റിസൾട്ട് കിട്ടിയോ? കിട്ടി സർ. അതിൽ സൈനൈഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പോയ്സണിങ് തന്നെ. ഏതായാലും ഞാൻ ഓർഗൻസിൽ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ലാബിലേക്ക് അയക്കാം. അതിൻ്റെ റിസൾട്ട് വരാൻ വൈകുമോ സർ? ലെറ്റ് സി, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രൊസീഡ് ചെയ്തോട്ടെ? പിന്നെ താൻ ധൈര്യമായി പ്രൊസീഡ് ചെയ്തോ. സർ, കില്ലറിലേക്ക് ലീഡ് ചെയ്യുന്ന ബയോളജിക്കൽ എവിഡൻസ് ഒന്നും സീനിൽ നിന്ന് കിട്ടിയിട്ടില്ല. ബട്ട് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്. വിക്ടിമിൻ്റെ നഖത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ടെടുത്ത മൺതരികളും സ്പോട്ടിൽ ലഭിച്ച മൺതരികളും മാച്ചാണ്. സോ ഐ സ്ട്രോങ്ലി അഫേം ദാറ്റ് ദ വിക്ടിം വാസ് മർഡേർഡ് ഇൻ ദാറ്റ് പ്ലേസ് ഇറ്റ് സെൽഫ്. ആൻഡ് വി ഹാവ് വൺ മോർ ട്രേസ് ഓഫ് എവിഡൻസ്. 9 ഇഞ്ച് നീളമുള്ള ഒരു ഷൂ പ്രിൻറ്റ്. ഈ സോൾ മാർക്ക് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്ന് ഇമ്മീഡിയറ്റായി ഫൈൻഡ് ചെയ്യണം. സർ. മോർണിംഗ് സർ. Sit. മാഡം, ഈ മരിച്ച ഫാബിയൻ ജോൺ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അയാളുടെ ഫോൺ പരിശോധിച്ച് നോക്കിയതിൽ നിന്നും നവംബർ 20th വരെ അയാൾ ഇടുക്കിയിലായിരുന്നു. ആൻഡ് ആസ് പെർ എക്സ്പേർട്സ് ഒപ്പീനിയൻ കൊല നടന്നത് അന്നേ ദിവസം തന്നെയാണ്. So, what next? യെസ് മാം, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ലേറ്റസ്റ്റ് മോഡൽ പ്രിൻ്റാണ്. മാഡം പറയുന്ന 20th മുമ്പായി കേരളത്തിൽ ചുരുക്കം പേഴ്സ് മാത്രമേ സെയിലായിട്ടുള്ളൂ അല്ലേ? അതെ മാഡം. ആക്ച്വലി ഈ മോഡൽ ഇറങ്ങിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. വാട്ട് അബൌട്ട് ദ ഓൺലൈൻ സെയിൽ? ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല മാഡം. ഓക്കെ, എനിക്ക് ഈ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. കൊടുത്തേക്ക് സാർ. സാർ, ഫാബിയനെ ഇവിടെ ആർക്കും വലിയ പരിചയമില്ല. ആൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറില്ലെന്ന് അറിഞ്ഞത്. ആ ഷൂ സെയിലിൻ്റെ ഫോളോ അപ്പ് എന്തായി? ആ ലിസ്റ്റിൽ സംശയമുള്ളതായിട്ട് ആരും തോന്നിയിട്ടില്ല. സർ, യെസ്. പുളിയമ്മല ചെക്ക് പോസ്റ്റിലെ വാർഡൻ എത്തിയിട്ടുണ്ട്. ഓ, വരാം. സർ. അന്ന് വെളുപ്പാങ്കാലത്ത് ഒരു വണ്ടി വന്നായിരുന്നു സാറേ. അതൊരു വെള്ള പോലത്തെ കാറാ. ആ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നോ? ഇല്ല. അതെന്താ താൻ നോട്ട് ചെയ്യാത്തത്? അങ്ങനെ വണ്ടികളൊന്നും വരാറില്ല സാറേ. വല്ലപ്പോഴൊന്ന് വന്നെങ്കിലായി. ഈ വണ്ടി പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ എന്താ കാരണം? അത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു. പെട്ടെന്നൊരു ഒച്ച കേട്ട് നോക്കിയപ്പോൾ അയാൾ ചെക്ക് പോസ്റ്റും പൊക്കി കാറെടുത്ത് പോകുന്നത് കണ്ടേ. ഒരു മിനിറ്റ്. ആ പറയൂ. സോറി സാർ, അന്ന് തന്ന ലിസ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്കോ? കോട്ടയത്തെ ഒരു സെയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി. അയാളുടെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ പിന്നെ സാറേ, അയാളൊരു പോലീസുകാരനായിരുന്നു. സാറേ, അയാളൊരു പോലീസുകാരനായിരുന്നു.